വീണ്ടും നമ്മൾ ഈ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാലിനെയാണ് നമ്മൾ വീണ്ടും ഇന്ന് നമ്മുടെ അതിഥിയായി അദ്ദേഹം എത്തുന്നത്. കാരണം ഈ പ്രകടന പത്രിക ഇന്നലെ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇതൊക്കെ ഇനി തുടർഭരണം കിട്ടുമ്പോൾ അത് നടപ്പിലാക്കേണ്ട ആൾ കൂടിയാണ്. ഇപ്പോൾ ചായയായിട്ട് ഒരു അമ്മ സ്വീകരിക്കുക. ജനക്ഷേമപരമായിട്ടുള്ള ഒരു പ്രകടന പത്രിക അതിപ്പോൾ ഇന്നലെ LDF പുറത്തുവിട്ടതോടുകൂടി വലിയ ഒരു ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇടതുപക്ഷം പറഞ്ഞ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, നടത്താൻ ശ്രമിക്കുമെന്നുള്ളത് ജനങ്ങൾക്കറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ 5 ഗ്യാരണ്ടിയും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതും ജനം വിശ്വാസത്തിലെടുത്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ LDF പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ അത് നമ്മൾ 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കും എന്നാണ് പറഞ്ഞത്. 3000 രൂപ ആക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ധനകാര്യമന്ത്രി എന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് ഞാൻ പറയുന്നത് 3000 രൂപ ആക്കാൻ പറ്റും. മുഴുവൻ ആൾക്കും വീട് കൊടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രഖ്യാപനം ഇതാ. മുഴുവൻ ആൾക്കും ലൈഫ് പദ്ധതി വീട് ഈ ഒരു 5 ടൈം കൂടെ കിട്ടിയാൽ കൊടുക്കാൻ പറ്റും. അത്രയും അഷ്വറൻസ് ഉണ്ട് നമുക്ക്, അത് പറ്റും. ഇതുപോലെ മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞതിനകത്ത് ഉറപ്പുണ്ട്. ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ തന്നെ നമ്മുടെ പ്രകടന പത്രികയിൽ ഒരുപടി മുന്നോട്ട് പോയി. ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതിനെ കൂടെ കുറച്ചുകൂടെ എൻലാർജ് ചെയ്തു. ഇപ്പം തന്നെ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം ബഡ്ജറ്റ് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ പരിധി വരാത്ത കുറച്ച് ആളുകൾ കൂടി ഇൻഷുറൻസ് വരാൻ വേണ്ടി. അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങൾ വരും. ഇനിയിപ്പോൾ ഈ പ്രകടന പത്രികയിൽ മറ്റ് ജനകീയമായിട്ടുള്ള ഇതൊക്കെ എങ്ങനെയാണ് അത് കണ്ടെത്തിയത്? അത് വലിയ ചർച്ച നടത്തി, വിശദമായ സെമിനാറുകൾ നടത്തി, ഇതിനെ പഠനം നടത്തി. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഉൾപ്പെടെ പല സജഷൻസും വന്ന് ആ സജഷനുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പ്രായോഗികമായിട്ട് നോക്കി അതിനൊരു ടീം വെച്ച്, ഈ പ്രകടന പത്രിക തയ്യാറാക്കാൻ ഒരു ടീമുണ്ട്, അവർ വെച്ച് അത് നോക്കി റിപ്പോർട്ട് അംഗീകരിച്ചത് LDF അംഗീകരിച്ചതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കശുവണ്ടി തൊഴിലാളികളെ അല്ലെങ്കിൽ പരമ്പരാഗത സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. പരമ്പരാഗത മേഖലയെ നല്ലതുപോലെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പോകണം. ഇപ്പോഴത്തെ പുതിയ സാഹചര്യം അനുസരിച്ച് പരമ്പരാഗത മേഖല എങ്ങനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളാണല്ലോ എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു ബേസ്, അടിത്തറ എന്ന് പറയുന്ന തൊഴിലാളി വർഗ്ഗമാണല്ലോ. ഈ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തൊഴിലാളി വർഗ്ഗമാണ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനവും ഈ തൊഴിലാളികളും പണിയെടുക്കുന്നവരും കർഷകരുമാണ്. മഹാഭൂരിപക്ഷം അവരില്ലാതെ സമൂഹമുണ്ടോ? അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ആളുകളിലേക്ക് ബെനിഫിറ്റ് എത്തണം, എല്ലാവർക്കും നന്നായി ജീവിക്കണം. ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ദിനം കൂടിയാണ്. അതിൽ അവരുമായിട്ട് എന്താ പങ്കുവെക്കാനുള്ളത്? ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ സാക്രിഫൈസിൻ്റെ, ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ ഒരു ദിനം കൂടിയാണ്. അതേസമയം തന്നെ നമ്മൾ എല്ലാവരും ഒരു കൂട്ടായി നിൽക്കുമ്പോൾ അതിനകത്തുനിന്ന് ഏറ്റവും ന്യായമായ കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒറ്റിക്കൊടുത്ത ഒരു സംഭവത്തിൻ്റെ കൂടി ഓർമ്മ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. രണ്ടും കൂടി ചേർന്നാണ്. അപ്പോൾ എത്ര ആളുകളുണ്ടെങ്കിലും എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും അതിനകത്ത് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ടാവും. അതിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധ വേണം. പക്ഷേ എപ്പോഴും ഈ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തിനും ഒരു രാഷ്ട്രീയത്തിനും മഹാന്മാർക്കും വ്യക്തികൾക്കും അതിന് പ്രാധാന്യമുണ്ട്. അത് ലോകമെന്ന് സ്മരിക്കും. സ്മരിക്കുന്ന മഹാത്യാഗത്തിൻ്റെ ദിവസമാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. തുടർന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പെരുന്നാൾ വരും. അപ്പോൾ ഇതെല്ലാം വലിയ പാഠമാണ്. വാസ്തവത്തിൽ മതഗ്രന്ഥങ്ങളിലും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ മനുഷ്യ സമൂഹത്തിന് കൊടുക്കുന്ന പാഠങ്ങളാണ്. 3 കുട്ടികൾ, പുതിയ ജനറേഷൻ അങ്ങയെ നയിക്കുന്നു. അതെ, അവരാണ് നമ്മളെ നയിക്കേണ്ടത്. എവിടെ ഈ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. അവർക്ക് ഈ ചെറുപ്രായത്തിൽ അവർക്ക് എല്ലാ കാര്യവും പഠിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു കൂട്ടായി ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും കാര്യങ്ങളുടെ ധാരണയെപ്പറ്റിയൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടാവും. പുതിയ തലമുറ ഇവരെ നമ്മളെ ഒരു 10 വർഷം കഴിയുമ്പം ഇവർ നമ്മളെ നയിക്കേണ്ടവരാ. താങ്ക് യു.